അങ്ങനല്ല, ഇത്രയും നാൾ നടന്നിട്ട് പ്രതിയെ പിടിച്ചില്ല. ഇത്രയും ഒരു സ്ത്രീയെ ചുട്ടുകൊന്നിട്ട് നമ്മൾ ആളെ പറഞ്ഞു കൊടുത്തിട്ട് പോലും പ്രതിയെ പിടിക്കുന്നു. അപ്പൊ അമ്മായി വിചാരിച്ചത് ആ സൈഡിൽ നിന്ന് തീ വരുന്നു, ഞാൻ ഈ സൈഡിലല്ലേ വിളക്ക് കത്തിക്കുന്നു. അപ്പൊ ആരോ പോകുന്നെന്ന് പറഞ്ഞ് പുകച്ചോരലിന്റെ ഇടയ്ക്കൂടെ അവർക്ക് തോന്നിയതാണ്. മോള് കുറച്ചുകൂടെ പരീക്ഷ കഴിഞ്ഞോട്ടെ, അവളെയും കൂടെ രംഗത്തിറക്കാം എന്ന് അയാളടുത്ത് പറയുന്നത് ഇവൻ കേട്ടു. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കുറ്റകൃത്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അവയിൽ ഇപ്പോഴും പ്രതികളെ പിടികൂടാൻ സാധിക്കാത്ത കേസുകളും നിലനിൽക്കുന്നുണ്ട്. പോലീസിനെ തലവേദന പിടിപ്പിച്ച കേസുകളാണ് പലതും. ഒരുപക്ഷെ പ്രതികൾ മുന്നിൽ തന്നെ ഉണ്ടാകാം. അത് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും പ്രതികളെ പിടികൂടുക. ഒരു തെളിവും അവശേഷിക്കാതെയാണ് പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത്. എന്നാൽ പ്രതികളെ എങ്ങനെ പിടികൂടും എന്നതിലാണ് കാര്യം. അതിനു വേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂർമ്മ ബുദ്ധിയാണ്. അത്തരത്തിൽ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയിച്ച കഥയാണ് കലാകൗമുദി പറയുന്നത്. അന്ന് പാലക്കാട് CI ആയി പ്രൊമോഷൻ ലഭിച്ച് അവിടെ എത്തിയ ഒരു ഉദ്യോഗസ്ഥൻ പല ഉദ്യോഗസ്ഥരും പഠിച്ച പണി 18 നോക്കി പ്രതിയെ പിടികൂടാൻ സാധിക്കാത്ത ഒരു കൊലക്കേസിലെ പ്രതിയെ വെറും 4-ാമത്തെ ദിവസം അദ്ദേഹം അവിടെ ചാർജ് എടുത്ത് 4-ാമത്തെ ദിവസം പിടികൂടുന്നു. ആ ഒരു കഥയിലേക്ക് കലാകൗമുദി പോവുകയാണ്. ഈ സംഭവം കലാകൗമുദിയോട് വിവരിക്കുന്നത് അന്ന് ആ പ്രതിയെ പിടികൂടിയ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ DYSP ഗിൽബർട്ട്. നമസ്കാരം സർ. നമസ്കാരം. അന്ന് പാലക്കാടേക്ക് സാറ് തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ നിന്നും CI ആയിട്ടാണ് പ്രൊമോഷനായിട്ട് പാലക്കാടേക്ക് പോകുന്നത്. അതെ. അന്ന് ചെല്ലുമ്പോൾ സാറിന് അന്വേഷിക്കാനായി മേലുദ്യോഗസ്ഥർ ഏൽപ്പിച്ച കേസുകൾ ഉണ്ടാവും. അതിലൊന്നാണ് ഒരു സ്ത്രീയെ ചുട്ടുകൊന്ന കേസ്. മേലുദ്യോഗസ്ഥർ SP ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം പഠിച്ച പണി 18 നോക്കിയിട്ടും 2 മാസം കഴിഞ്ഞിട്ടും അതിലെ പ്രതിയെ പിടികൂടാനായിട്ടില്ല. എന്നാൽ സാർ അവിടെ ചെന്ന് ചാർജ് എടുത്ത് 4-ാം ദിവസം പ്രതിയെ പിടികൂടി. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ ഒരു പ്രതിയെ പിടികൂടിയ ഒരു സംഭവം? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നു എന്ന് പറയാം. കാരണം അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ, പ്രൊമോഷനായി ചെല്ലുമ്പോൾ 5 കേസ് ഫയലാണ് എന്നെ ഏൽപ്പിക്കുന്നത്. കുഴൽമന്നം CI ആയിട്ടാണ് ചാർജ് എടുക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു SP പറഞ്ഞിരുന്നു, ഇവിടെ ഒരു സെൻസേഷണലായിട്ടൊരു കേസുണ്ട്, അതൊന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ചെല്ല് റിപ്പോർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞത്. അപ്പോൾ അതിൽ ആ കേസ് ഫയൽ ഞാൻ എടുത്തത് വായിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അതായത് ഞാൻ SI ആയിരിക്കുമ്പോഴേ റിപ്പോർട്ട് ചെയ്ത കേസാണ്. അപ്പം 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ CI ആയിട്ട് ചെന്ന് ഇറങ്ങുന്നത്. അപ്പം അത് ആ സംഭവം പ്രമാദമാവാനുള്ള കാരണം അന്നത്തെ ഒരു AV ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു MLA, അന്നത്തെ ആലത്തൂർ MLAയുടെ വീട്ടിനടുത്താണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം നടക്കുന്നത് എനിക്ക് തോന്നുന്നു 1992-93 കാലഘട്ടം. അതെ. അപ്പോൾ അന്ന് ഈ AV ഗോപിനാഥ് എന്ന് പറഞ്ഞാൽ വലിയ പ്രമുഖ നേതാവാണ് അവിടുത്തെ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഈ സംഭവം കൊലപാതകം നടന്ന് ചുട്ടുവന്നു, ഒരു വീട്ടമ്മ ചുട്ടുവന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അത് അന്വേഷിച്ച് തെളിയിച്ചേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞ് SP അടക്കം പലരും അവിടെ ചെന്ന് കിടന്ന് അന്വേഷിച്ചാണ്, പല രീതിയിലും അന്വേഷിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കത് കേസ് ഡിറ്റക്ഷൻ ആവാത്തത് കൊണ്ടുള്ളൊരു ആ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ ഒരു കേസ് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ ആ കേസ് ഫയലെല്ലാം വായിച്ച് നോക്കിയിട്ട് 2 ദിവസം കൊണ്ട് ഫയലൊക്കെ വായിച്ച് നോക്കിയിട്ട് എനിക്ക് ആ സംഭവ സ്ഥലത്തൊന്ന് ചെല്ലണം, ഇങ്ങനെ സ്പോട്ട് കാണണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ മുൻ CI അന്വേഷിച്ചുകൊണ്ടിരുന്ന CIയും DYSP കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു എന്താണ് സംഭവം. അപ്പോൾ സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്, ഒരു 40-നോട് അടുത്ത പ്രായമുള്ള സ്ത്രീയാണ്, നല്ല തടിച്ച ഒരു സ്ത്രീ. പാവങ്ങളാണ്, ഒരുപാട് കുടിലുകൾ അടുത്തടുത്തുണ്ട്, അവർക്ക് പല ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന പാവങ്ങളാണ്. അപ്പോൾ അതായത് ഈ ഉത്സവ സ്ഥലത്തൊക്കെ ഈ തൊപ്പി, കളർ തൂവലുള്ള തൊപ്പികളൊക്കെ കച്ചവടം അങ്ങനെ ജീവിക്കുന്ന കുറെ പേര്, ഒരു കൂട്ടം, ഒരു 10-20 കോളനി പോലെ 10-20, അത് മൺകൂനകൾ കൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെയാണ്. അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് അന്വേഷിക്കാൻ ചെന്നപ്പോൾ ചിലപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ ചോദിച്ചു വെച്ചപ്പോഴും ഒരു പ്രത്യേക കാരണം ഒരാളെയാണ് ഇവർ അന്വേഷിച്ചത്. ഈ സ്ത്രീയുടെ സ്വഭാവം അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ അവിടെ പലരും പുരുഷന്മാരൊക്കെ ഭർത്താവ് മരിച്ച സ്ത്രീ ആയതുകൊണ്ട് വേറെ പുരുഷന്മാരൊക്കെ പലരും അവിടെ വരാറുണ്ടെന്നും അപ്പോൾ ചുറ്റുമുള്ളവർ അതിനെ വഴക്കം അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ കഴിയുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് ഇവർക്ക് ആരോ കാമുകന്മാരുണ്ട്, അവരാരോ ചെയ്തതാണെന്നുള്ള നിഗമനത്തിലായിരുന്നു കൊലപാതകം നടന്നത്. ഈ ഞാൻ സംഭവം ചില സ്ഥലത്ത് എന്ന് കണ്ടപ്പോഴേ
ഈ ഒരു കുടില്, ഒരു 10 സെൻറ്റിനകത്ത് ഒരു വേലി കെട്ടിക്ക്, അതിനകത്തുള്ള ഒരു കുടിലെന്ന് പറഞ്ഞാൽ ഒരു 3 അടി പൊക്കത്തിൽ മണ്ണ് പൊക്കി വെച്ചിട്ട് അതിലൊരു കുറച്ച് ചുവര് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു കൂരയും ഇട്ടിട്ടുണ്ട്. അപ്പം അതാണ് ആ സംഭവം നടന്ന വീട്. തറയിൽ നിന്ന് ഒരു 3 അടി പൊക്കം, അത് കഴിഞ്ഞ് ഒരു 2 അടി ചുവര്. അവിടെയാണ് ഈ സ്ത്രീ കിടന്നത്. അത് കോലായിൽ ഒരു കട്ടിലിൽ കിടന്ന സ്ത്രീയാണ്. പുറത്തുകൂടെ വന്ന് ആരോ പെട്രോൾ ഒഴിച്ചിട്ട് തീ കത്തിച്ച്. രാത്രിയിലാണ് സംഭവം. രാത്രി 12 മണി കഴിഞ്ഞ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ആ സ്ത്രീ സ്ത്രീ പറഞ്ഞ് ആരോ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് ഇതുവഴി ഓടി. മരിച്ച സ്ത്രീ പറഞ്ഞു. നാട്ടുകാർ വന്നപ്പോൾ പറഞ്ഞു. ഇതാണ് അത് അവിടെ നടന്നിരിക്കുന്നത്. അതുവരെ ആളുകളുടെ ഇൻഫർമേഷൻ ഇതാണ്, ഒരാൾ ഓടി എന്നുള്ളതാണ്. പോലീസ് എത്തുമ്പോഴേക്കും അവർ മരിച്ചിരുന്നു. നാട്ടുകാരൊക്കെ തന്നെയുണ്ട്. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നപ്പോൾ ഈ ചോദിച്ചപ്പോഴാണ്, അന്വേഷിച്ചപ്പോഴാണ്, വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ഒരു വയസ്സായ ഒരു സ്ത്രീ കിടപ്പുണ്ട്, കട്ടിൽ കിടപ്പുണ്ട്. ഞാൻ തട്ടി വിളിച്ചപ്പോൾ ഒരു 10-90 വയസ്സ് വരും. വിളിച്ചപ്പോഴാണ് പറഞ്ഞത് എൻ്റെ മോള് പോയി എന്നത് കരച്ചിലോടെ. അന്ന് പ്രോസസ് അകത്ത മുറിയിലാണ് കിടന്നത്. ഇപ്പോൾ കോലായിൽ കിടന്നത് ഈ സ്ത്രീ. അത് കൂടാതെ ഇവർക്ക് SLC പഠിക്കുന്ന ഒരു മോളുണ്ട്, അവിടെ ഈ കട്ടിലിൻ്റെ താഴെ കിടന്നു. തൊട്ടടുത്ത് ഇവരുടെ സഹോദരൻ്റെ മകൻ ഒരു സുരൻ, അവനും കിടക്കുകയായിരുന്നു ഈ കട്ടിലിന് കോലായിൽ തന്നെ. കോലായിൽ തട്ടിൽ 2 തലക്കൽ ആ പൊട്ടി ഇങ്ങനെ കിടക്കും. കട്ടിൽ ഈ സൈഡിൽ ഇവൻ കിടക്കും. 15-16 വയസ്സുകാരുണ്ട്. അപ്പം അവിടെ അപ്പോഴാണ് ഈ പുറകെ കൂടെ വന്ന് ഇങ്ങനെ ചെയ്യാൻ സൗകര്യമുണ്ട്, ചുവരൊന്നും ഇല്ലല്ലോ, മുകളിൽ കൂടെ ഒഴിക്കാൻ സൗകര്യമുണ്ട്. അപ്പം അങ്ങനെ കത്തിച്ചിട്ട് ഓടി എന്നുള്ളതാണ് ആ കഥ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ മുത്തിയമ്മ പറഞ്ഞു ഇത് ഇങ്ങനെയാണ് എൻ്റെ മോള് പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2 പോലീസുകാരൊക്കെ ആയിട്ട് ചെന്നുകൊണ്ട് ഉടനെ തന്നെ ചുറ്റുമുള്ള ആളുകളൊക്കെ അതൊക്കെ എത്തി നോക്കിയതൊക്കെ തുടങ്ങി. പോലീസ് വന്നെങ്കിലും അവരുടെ അവരുടെ സംസാരങ്ങളൊന്നും ശരിയല്ല. ഇത് മോശമായ സ്ത്രീയാണെന്നുള്ളത് അങ്ങനെയല്ല, ഇത്രയും നാളെ നടന്നിട്ട് പ്രതിയെ പിടിച്ചില്ല. ഇത്രയും ഒരു സ്ത്രീയെ ചുട്ടു വന്നിട്ട് നമ്മൾ ആളെ പറഞ്ഞു കൊടുത്തിട്ട് പോലും പ്രതിയെ പിടിക്കുന്നു. പറഞ്ഞു കൊടുത്തു, എന്നിട്ട് പോലീസ് പിടിക്കുന്നില്ല. ഇനി പുതിയ ആൾ വന്ന് എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ ഉള്ള ഡയലോഗുകൾ ആൾ വന്ന് കൂടിയവരൊക്കെ പറയുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചില്ല, കാര്യമാക്കിയില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ നോപ്പം മതിൽ കെട്ടിക്കൂടെ എത്തി നോക്കിയിട്ടതൊക്കെ പറഞ്ഞ് വരാൻ പറഞ്ഞു. എന്താ പറഞ്ഞ സാർ എൻ്റെ പേര് സുരേന്ദ്രനാണ്. അപ്പം ഞാനാണ് ആദ്യം ഈ സ്ത്രീ കത്തുന്നത് കണ്ട് നിലവിളിയായിട്ട് ഓടി ഇവിടെ വന്നത്. നിങ്ങൾ വന്നപ്പോൾ എന്താ കണ്ടത്? ഞാൻ വന്നപ്പോൾ കണ്ടത് ഈ കിണറ്റിൻ്റെ കരയിൽ ഒരു കിണറുണ്ട്, അതിൻ്റെ അടുത്ത് ഈ സ്ത്രീ നിന്ന് കത്തുന്നതും ഈ മകളും മരുമകനും കൂടെ വെള്ളം കോരി ഒഴിക്കാൻ ശ്രമിക്കുന്നതാണ്. വെള്ളം അവിടെ ഇല്ല, കിണറ്റിൽ കോരിയാലേ ഉള്ളൂ. ആ സമയത്താണ് ഞങ്ങൾ ഓടി വരുന്നത്. ഞങ്ങളൊരു 3-4-5 പേര് അടുത്തുള്ള എല്ലാവരും വന്നിട്ട് നമ്മൾ കോരി ഒഴിച്ചു. അപ്പോഴത്തേക്ക് സ്ത്രീ കത്തിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ ദേഹത്തു നിന്നൊക്കെ ചതയൊക്കെ ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങിയിരുന്നത്. ഞങ്ങളൊരു വാഴ ഇല വെട്ടി അവിടെ കിടത്തിയിട്ട് ചോദിച്ചു, എന്താണ് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, ഒരാൾ ആ സൈഡിൽ കൂടെ വന്ന് ദേഹത്ത് പെട്രോൾ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച്, ഞാൻ തണുപ്പ് നോക്കിയപ്പോൾ അത് മണപ്പിച്ച് നോക്കി പെട്രോളുണ്ട്. അപ്പോൾ ഞാൻ സുരൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ എടുത്ത് ആ വിളക്കൊന്ന് കത്തിക്കാന്ന് പറഞ്ഞു. ഈ മരിച്ചുപോയ സ്ത്രീ ഭാരതി എന്ന് പറഞ്ഞ സ്ത്രീ വിളക്ക് കത്തിക്കെന്ന് പറയുന്ന ഇടയ്ക്ക് വിളക്ക് അവൻ കത്തിക്കുന്നതിന് മുമ്പ് തീ ആ സൈഡിൽ നിന്ന് പടർന്ന് വന്ന് കത്തി ഇത് മരിച്ചു. അതിന്റെ ഇടയ്ക്കൂടെ ഒരാൾ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. സഹോദരന്റെ മോൻ 15 വയസ്സുകാരനാണ്, 16 വയസ്സുകാരൻ. അപ്പൊ ഈ ആളുകളടുത്ത് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ ചെയ്തു, ഒരാൾ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. ഇതാണ് ആ സ്ത്രീയുടെ വർഷം. ഉടൻ മറ്റുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഒരു ജീപ്പ് പിടിച്ചുകൊണ്ടുവന്ന്, ആരൊക്കെ ഒരു ജീപ്പ് പിടിച്ചുകൊണ്ടുവന്ന് വാഴയില തന്നെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് വാഴയില കിടന്ന് അതിൽ കിടത്തിയിട്ട് കൊണ്ടുപോയി. 2 ദിവസം ആ സ്ത്രീ ആശുപത്രിയിൽ കിടന്ന് മരണവേദന അനുഭവിച്ചിട്ടാണ് മരിച്ചത്. അങ്ങനെയല്ല, ഇത്രയും നാളെ നടന്നിട്ട് പ്രതിയെ പിടിച്ചില്ല. ഇത്രയും ഒരു സ്ത്രീയെ ചുട്ടു വന്നിട്ട് നമ്മൾ ആളെ പറഞ്ഞു കൊടുത്തിട്ട് പോലും
പ്രതിയെ ഓ, പിടിക്കുന്നു. അവര് അപ്പൊ അമ്മായി വിചാരിച്ചത് ആ സൈഡിൽ നിന്ന് തീ വരുന്നു, ഞാൻ ഈ സൈഡിലല്ലേ വിളക്ക് കത്തിക്കുന്നു. ആ, മനസ്സിലായി. അപ്പൊ ആരോ പോകുന്നെന്ന് പറഞ്ഞ് ഈ പുകച്ചോരലിനടക്കൂടെ അവർക്ക് തോന്നിയതാണ്. ഓ, മനസ്സിലായി, മനസ്സിലായി. മോള് കുറച്ചുകൂടെ അത് പരീക്ഷ കഴിഞ്ഞോട്ട് അവളെയും കൂടെ രംഗത്തിറക്കാം ഓ, എന്ന് അയാളടുത്ത് പറയുന്നത് ഇവൻ കേട്ടു. ഓ, ഓ, ഓ. അപ്പൊ അവര് പറഞ്ഞ വെർഷനിലാണ് അന്വേഷണം തുടങ്ങിയത്. ആരോ ഓടിപ്പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞ ആരെയാണ് ഈ ഓടിപ്പോയ ആളാരാണ്? അല്ലയാണ് പറഞ്ഞു, ഈ മരിച്ചുപോയ സ്ത്രീ. നാട്ടുകാർ സംശയിച്ചത് ആരായിരുന്നു? അതിന്റെ കാരണം ഈ സ്ത്രീയെ പലരും ഈ സ്ത്രീയുടെ അടുത്ത് വരുമായിരുന്നു. അതിൽ ഒരാള് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മോൻ ഈ സ്ത്രീയെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിന്നെ കൊന്നളെ, ഇനി മേലാൽ എന്റെ അച്ഛനെ അവള് വരുത്തണമെങ്കിൽ കൊന്നളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനാണ് ചെയ്തെന്നാണ് ആളുകളുടെ വെർഷൻ. പക്ഷെ പോലീസുകാരെ വിളിച്ച് SP ഒക്കെ ചോദിച്ചിട്ടും അവനല്ല എന്നുള്ള മനസ്സിലായി. കാരണം അന്ന് അവൻ അവിടെ ഇല്ലാതിരുന്ന ദിവസമാണ്. പക്ഷെ ആളുകൾക്ക് ഇവനാണ് സംശയം പറഞ്ഞിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ട് കൊന്നിട്ടുണ്ട്. അപ്പൊ അവനെയാണ് സംശയം ആളുകൾ. പോലീസ് അവനെ മുന്നോട്ട് പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർക്കുള്ള വിഷമം. കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ജീപ്പ് കയറ്റി കൊണ്ടുപോയി. അന്ന് ആരൊക്കെ പോയി? ഞങ്ങൾ 4 പേരാണ് പോയത്. അവിടെ നിന്ന് 3-4 പേര് പേരും പറഞ്ഞു ഞങ്ങളാണ് കൊണ്ടുപോയത്. നിങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തെല്ലാം ഈ സ്ത്രീ ഇങ്ങനെയാണ് പറഞ്ഞത്. അതെ അതെ. അപ്പം ശേഷകാരൻ എന്ന് പറഞ്ഞ സുരേൻ എന്ന് പറഞ്ഞവന് കയ്യിൽ ചെറിയ പൊള്ളലുണ്ടായിരുന്നു. അപ്പൊ ഈ തീ അണച്ചതെന്ന് പറഞ്ഞാല് ഇപ്പൊ സ്ത്രീ പറഞ്ഞതും പിള്ളേർ പറഞ്ഞതും എങ്ങനെയാന്ന് പറഞ്ഞാല് ഈ തീ കത്തി. അപ്പൊ ഇവന്റെ അടുത്ത് വിളക്ക് കത്തിക്കാൻ പറഞ്ഞ ഉടനെ തീ കത്തി. ഈ സ്ത്രീ ചാടി എഴുന്നേറ്റ് ഓടിയെങ്കിലും അവിടെ കിടന്ന് കമ്പിളിയിൽ കിടന്ന് പെട്രോൾ കിടന്നുള്ള അതിൽ കത്തിക്കൊണ്ട്. അപ്പൊ ഈ മകളും ഈ മരുമകനും കൂടെ ശേഷാരനും കൂടെ ഇത് തീ അണയ്ക്കുകയാണ്. തീ അണച്ചിട്ട് നോക്കിയാണ് അമ്മ കിണറ്റിന്റെ അവിടെ ഓടി. പിന്നെയാണ് പുറകെ വന്നത്. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് അവിടുന്ന് വെള്ളമില്ലാതെ അവരവിടെ നിൽക്കുക. അത് കണ്ടിട്ടാണ് ആളുകൾ വന്നിട്ടാണ് ഈ ബാക്കി വെള്ളമൊക്കെ ഒഴിച്ച് അവർ ഇതാക്കിയത്. അപ്പൊ ഈ മകളും മരുമകനും കൂടെയാണ് ഈ കട്ടിലെ തീ അണച്ചതുകൊണ്ട് അവിടെ തീ എത്തിയില്ല. പക്ഷെ ഈ ആശുപത്രി കൊണ്ടുവന്ന നേരത്തെ ഇവന്റെ കയ്യിൽ അതിന്റെ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടായിരുന്നു, ഈ സുരൻ എന്ന് പറയുന്നത്. അപ്പൊ അവനെയും കൂടെ ആശുപത്രി കൊണ്ടുപോയി അവരെ ചെറിയ മരുന്നൊക്കെ വെച്ചേ ഉള്ളൂ. അപ്പൊ 2 ദിവസം ആശുപത്രി കിടന്നു. പിന്നെ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ അതാണ് അന്ന് മുതൽ പോലീസുകാർ വന്ന് ഈ മൊഴി എടുത്തിട്ടുള്ളതുകൊണ്ട് അതിൽ വെച്ച് അതിന്റെ പുറകെ കടന്ന് അവിടെ വന്നിട്ടുള്ള പുരുഷന്മാരൊക്കെ ഇവർക്ക് ആരോണ്ട് എല്ലാവരും ഈ ലോകം മുഴുക്ക അന്വേഷിച്ച് നടന്നു. ഇതൊക്കെ ആരാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഈ സ്ത്രീക്ക് ആരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, ആ ചരിത്രം അന്വേഷിച്ച് നടന്നു. ഇവനെയും പിടിച്ചു. അവനല്ല എന്നുള്ള സംശയത്തിൽ അവനെ നിർത്തിയിരിക്കുക. ഇവർക്ക് ബോധ്യപ്പെട്ട അവനല്ല, അന്ന് അവനില്ല എന്നുള്ളതുണ്ട്. പക്ഷെ അതുപോലെ വന്നിട്ടുള്ള വേറെ ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ അന്വേഷണമായിരുന്നു. ഈ രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് നടന്നുകൊണ്ടാണ് പ്രതിയെ കിട്ടാതിരുന്നത്. അവനന്ന് പറഞ്ഞവർ സംശയിച്ച പ്രതി അവനല്ല എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. പിന്നെ ആര് എന്നുള്ള ചോദ്യമാണ് വന്നത്. അപ്പൊ ഇങ്ങനെ അന്ന് അവിടെ വന്നവർ കൂടിയവരെല്ലാം മൊഴിയൊക്കെ എടുത്തിട്ട് ഞാൻ ഫയലിലൊക്കെ നോക്കിയിട്ട് ഇതിൽ 2 പേരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം റെക്കോർഡ് ചെയ്തിട്ടില്ല. അതായത് ഈ സുരൻ എന്ന് പറഞ്ഞ പയ്യന് 16 വയസ്സുകാരൻ സഹോദരിയുടെ മോൻ. അതെന്തിനാണ് അവനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ മോശം സ്വഭാവം ഉള്ളതുകൊണ്ട് നാട്ടുകാർ തന്നെ പറഞ്ഞു വേറെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ദൂരെയുള്ള സഹോദരന്റെ മകനെ കൂടെ കൊണ്ടു നിർത്തിയത്. അപ്പൊ അവനും അറിയാം ഈ സ്ത്രീ സ്വഭാവം മോശമാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ മകള് 10ാം ക്ലാസ് പഠിക്കുന്ന മകളെ ഈ സുരന്റെ ജ്യേഷ്ഠൻ ശിവരാജൻ എന്ന് പറഞ്ഞിരുന്നുണ്ട്. അവന് 18 വയസ്സ് കഴിഞ്ഞാൽ അവനെ കൊണ്ട് കെട്ടിക്കാം എന്ന സഹോദരിയും കൂടെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ സുരനെ കൂടെ കൊണ്ടുവന്നത്. സുരൻ അവിടെ ഉണ്ട്. അപ്പം ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കും. ഇവനറിയാം ഇവരെ സ്വഭാവം മോശമാണെന്ന്. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ആളുകളൊന്നും വരാതിരിക്കാനാണ് ഇവനെ ഇതിട്ട് ആരെങ്കിലും വന്ന് ഓടിക്കും അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ നിൽക്കാതെ പിന്നെ ആശ്രയം മര്യാദയ്ക്ക് കഴിഞ്ഞു വന്നാണ്. അപ്പൊ അവന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല. അവനാ വരാൻ വേണ്ടി ആളെ ഏർപ്പെടുത്തിയിരുന്നു. അവന് സ്റ്റേഷനിലൊന്ന് വരാൻ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നടന്ന് എല്ലാവരും ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നേരെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ 3ാമത്തെ ദിവസമാണിത്. 3ാമത്തെ ദിവസം സ്റ്റേഷനിൽ തിരിച്ച് ഞാൻ വന്നപ്പോൾ രാവിലെ ഇവനും അവൻ്റെ ചേട്ടനും കൂടെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, എടാ സുരൻ, നീ എല്ലാം അവിടെ ഉണ്ടായിരുന്നു, എന്താ നടന്നതെന്ന് ചോദിച്ചു.
അപ്പോൾ ഇങ്ങനെ അവിടെ വിളക്ക്, ഒരു റാന്തൽ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, തൂക്കിയിരിക്കും. അത് കൂടാതെയാണ് ചിമ്മിനി വിളക്കുള്ളത്. അപ്പം ഈ സ്ത്രീ തീ കത്തിയെന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്ത്, എടാ മോനെ ആ വിളക്ക് കത്തിക്കാന്ന് പറഞ്ഞപ്പോൾ നിനക്കാണെങ്കിൽ ആ റാന്തലിൻ്റെ തിരിയെന്ന് പൊക്കിയാൽ പോരായിരുന്നു, നീ എന്തിനാ വിളക്ക് കത്തിക്കാൻ പോയി? എന്നിട്ട് നീ വിളക്ക് കത്തിച്ചോ? അപ്പോൾ വിളക്ക് കത്തിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് തീ വന്നെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, എടാ നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കിടക്കുന്ന അങ്ങനെയാണ്. അവൻ്റെ ചേട്ടൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, ഇവൻ വിളക്ക് കത്തിച്ചതും അപ്പർ സൈഡിൽ നിന്ന് തീ വന്നു എന്നാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ കത്തിച്ചില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, കത്തിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ബന്ധുക്കളും എല്ലാരും കൊടുത്തിരിക്കുന്നത് ഇവൻ ഈ വിളക്ക് കത്തിച്ചപ്പോഴാണ് അപ്പുറത്ത് തീ വന്നു. ഇതെന്നല്ല, അവിടെ നിന്ന് ആ ഭാഗത്ത് തീ വന്നതൊക്കെ ശരിയാണ്. ഇവൻ ഇപ്പൊ പറയുന്നത് കത്തിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നീ എന്താ അങ്ങനെ പറയുന്നത്? ശരി, നീ പുറത്തോട്ട് നിൽക്കുക, നിന്റെ ചേട്ടനെ എനിക്ക് വിളിക്കുക ചോദിച്ചു. അവൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, എടാ പിന്നെ ഇവൻ നിൻ്റെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? അതിങ്ങനെ താഴെ കിടന്നപ്പോൾ അമ്മായി പറഞ്ഞ്, ഇങ്ങനെ എൻ്റെ ദേഹത്തൂടെ ആഴെ വെള്ളം ഒഴിച്ച് ഞാൻ തൊട്ട് നോക്കി പെട്രോളിന്റെ മണമുണ്ട്, മോനെ നീ ഒന്ന് വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ഒരു സംശയം, ഈ പെട്രോൾ ഒഴിച്ചു, ഒഴിച്ച ആള് തീ കത്തിച്ചിട്ട് കത്തിക്കാതെ തന്നെ ഓടി രക്ഷപ്പെടുമായിരുന്നു എന്നാണോ പറഞ്ഞത്? കത്തിച്ചിട്ട് ഓടിയെന്നാണ് മരിച്ച സ്ത്രീ പറയുന്നത്. കത്തിച്ചിട്ട് ഓടിയെന്നാണ് ഓടും പോലെ തോന്നിയെന്നാണ് മരണമൊഴി അതായിരുന്നു. അപ്പൊ ഇവന്റെ അടുത്ത് ഇവൻ പറഞ്ഞു, ഞാൻ വിളക്ക് കത്തിച്ചില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ വിളക്ക് കത്തിച്ചു വെച്ചു, അപ്പോഴത്തേക്കാണ് അപ്പുറത്ത് തീ വന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കത്തിച്ചപ്പോ അപ്പർ സൈഡിൽ നിന്ന് തീ വന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു അപ്പൊ ഞാൻ പറയാം, എനിക്കത് ശരിയാകുന്നില്ല. നീ ഒരു കാര്യം, ഒന്നിനും നിന്റെ അനിയൻ കള്ളം പറയുന്നു, അല്ലെങ്കിൽ നീ കള്ളം പറയുന്നു. വിളക്ക് കത്തിച്ചു എന്നാണ് സ്റ്റേറ്റ്മെന്റ് നേരത്തെ കൊടുത്തിട്ടുള്ളത്. ഇവൻ ഇപ്പൊ കത്തിച്ചില്ല എന്ന് പറഞ്ഞു. അതെന്താ? അല്ല സാറേ, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് വന്നെന്ന് പറഞ്ഞു. ശരി, നീ എന്നാ പുറത്തോട്ട് നിൽക്കുക, ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവനെ വീണ്ടും വിളിച്ചടാ, ഒന്നിലും നീ കള്ളം പറയും, അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ കള്ളം പറയും. വിളക്ക് കത്തിച്ച് എന്ന് നീ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നീ ഇപ്പൊ എൻ്റെ അടുത്ത് കത്തിച്ചില്ല എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഒന്നിലും നീ അടി വാങ്ങിക്കും, അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ അടി വാങ്ങിക്കും. രണ്ടിലും ഒന്ന് ഇപ്പം നടക്കും. ആരെയാണ് അടിക്കേണ്ടത് അത് പറഞ്ഞോ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പറയാം സാർ. എന്നാ പറ. അപ്പം നീ സാർ, ഞാൻ അന്ന് രാവിലെ ഇവിടെ ഈ വീട്ടിൽ വരുമ്പോഴേ എനിക്കറിയായിരുന്നു ഈ സ്ത്രീയുടെ സ്വഭാവം മോശം. അപ്പൊ ഒരു ദിവസം അങ്ങനെയല്ല, ഇത്രയും നാളെ നടന്നിട്ട് പ്രതിയെ പിടിച്ചില്ല. ഇത്രയും ഒരു സ്ത്രീയെ ചുട്ടു വന്നിട്ട് നമ്മൾ ആളെ പറഞ്ഞു കൊടുത്തിട്ട് പോലും പ്രതിയെ പിടിക്കുന്നു. അപ്പൊ അമ്മായി വിചാരിച്ചത് ആ സൈഡിൽ നിന്ന് തീ വരുന്നു, ഞാൻ ഈ സൈഡിലല്ലേ വിളക്ക് കത്തിക്കുന്നു. അപ്പൊ ആരോ പോകുന്നെന്ന് പറഞ്ഞ് പുകച്ചോരലിന്റെ ഇടയ്ക്കൂടെ അവർക്ക് തോന്നിയതാണ്. മോള് കുറച്ചുകൂടെ അത് പരീക്ഷ കഴിഞ്ഞോട്ടെ, അവളെയും കൂടെ രംഗത്തിറക്കാം എന്ന് അയാളടുത്ത് പറയുന്നത് ഇവൻ കേട്ടു. ഈ സ്ത്രീ വേറൊരു പുരുഷന്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ട്, മോള് കുറച്ചുകൂടെ അത് പരീക്ഷ കഴിഞ്ഞോട്ടെ, അവളെയും കൂടെ രംഗത്തിറക്കാം എന്ന് അയാളടുത്ത് പറയുന്നത് ഇവൻ കേട്ടു. ആ കേട്ടതെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ കെട്ടായിരിക്കുന്ന ഇവന്റെ ചേട്ടനാണ്. പക്ഷെ സാറേ, എനിക്ക് അന്ന് തീരുമാനിച്ചാണ് ഞാൻ ഇവരെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് വിചാരിച്ചാണ്. പറയാം, ഉടനെ നിന്റെ പോക്കറ്റിലൊക്കെ അടക്കം നോക്കിയപ്പോൾ എല്ലാം എടുത്തു വെച്ചു. ചോദിച്ചു പറഞ്ഞു, എല്ലാ ക്ഷേത്രത്തിലും പോയി പൂജിച്ച് എന്റെ ഭസ്മങ്ങളാണ് എല്ലാ ഒരു 10-20 പൊതിയിടാം, പോലീസ് പിടിക്കാതിരിക്കാൻ. അന്ന് മുതൽ എല്ലാ കോവിലും ചെന്ന് പൂജിച്ചുകൊണ്ട് ഭസ്മം വാങ്ങിച്ച് എല്ലാം പോക്കറ്റ് ഇട്ടോണ്ട് നടക്കാണ്. ഇനി എനിക്കിതൊന്നും വേണ്ട സാർ, ഞാൻ എല്ലാം പറയാം, ഇതിലൊന്നും ഒരു കാര്യമില്ല. ശരി, എന്താ ഉണ്ടായത്? അത് സാർ, ഈ ഒരു സംഭവം കേട്ടതിന് ശേഷം ഞാനത് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഈ സ്ത്രീ ജീവിച്ചിരുന്നാൽ ഈ പെൺകുട്ടിയെ ഒരു വഴി തെറ്റിക്കും എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ, ഞാൻ അന്ന് രാത്രി അവര് അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഒരു കാര്യം വിട്ടു, ഈ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു.
ഫയലിലുണ്ടായിരുന്നതിൽ ഇവൻ അന്ന് പകല് ഇവൻ്റെ വീട്ടിൽ പോയിരുന്നു എന്നും പകല് വീട്ടിൽ നിന്ന് 4 മണിക്ക് അവിടെ സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് കൂടെ വന്നതെന്നും ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വീട്ടിലോട്ട് വന്നതെന്നും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അന്ന് രാത്രി ഈ തീ കത്തുന്നതിന് മുമ്പ് രാത്രി ഞാനും ഒരു സുരേഷുമായിട്ട് സിനിമയ്ക്ക് പോയി. ഒരു 11 മണി കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. സിനിമ അവിടെ അങ്ങനെയാണ് നാട്ടിൻപുറത്തൊക്കെ ഒരു ഷോ കാണുന്നു. 6 മണിക്കുള്ള 7 മണിക്കൊക്കെ നടത്തിയ 8, 9 നടന്നൊക്കെ വരുമ്പോൾ 10 വരെ 11 മണിയാവും. അങ്ങനെ നടന്ന് വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ചോറ് വീട്ടിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ വേലികെട്ടിൽ ഒരു തടി പലകമുണ്ട്, ഒരു ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു പൂട്ടും വെച്ചിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഒരു പശക്കുട്ടിയുണ്ട്, അത് ഇറങ്ങി പോകാതിരിക്കാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ വന്നുടനെ ഗേറ്റ് തട്ടി ഉടനെ അമ്മായി വിളിച്ചു പറഞ്ഞു, എടി ആ താക്കോലെടുത്ത് കൂടെ തുറക്കട്ടെ. അപ്പോൾ ഇവള് താക്കോല് കൊണ്ട് കൊടുത്തിട്ട് ചേട്ടാ എന്നാ തുറന്നാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പം അവൻ എന്ത് ചെയ്ത്, അപ്പം ഞാൻ എന്ത് ചെയ്ത്, അവള് അത് വാങ്ങിച്ചിട്ട് ഞാൻ പൂട്ടിയില്ല. എന്നിട്ട് ഗേറ്റ് അടച്ചു വെച്ചിട്ട് ഒരു കൊളുത്തിട്ടിട്ട് ഞാൻ ഇങ്ങനെ വന്നു. തിരിച്ച് വന്ന് ഞാൻ അകത്ത് ചോറ് വിളമ്പി വെച്ചിരുന്നു. ഇതെല്ലാം ഞാൻ ചോറ് തന്നെ കഴിച്ച്. അമ്മ ഈ പൂട്ടിയോന്ന് ചോദിച്ചാൽ ഞാൻ പൂട്ടിയെന്നും പറഞ്ഞു. പിന്നെ ചെന്ന് പൂട്ടാന്നാ ഞാൻ വിചാരിച്ചത്. അങ്ങനെ പൂട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയ കൊളുത്തിട്ട് വെച്ചതേ ഉള്ളൂ. തിരിച്ചു വന്ന് ഞാൻ അതുപോലെ കിടക്കുകയും ചെയ്തു. അമ്മയുടെ തലയ്ക്ക് കിടക്കുകയും ചെയ്തു. ഈ കിടന്നിട്ട് ഞാനാണ് ഈ പെട്രോൾ എടുത്ത് അമ്മയുടെ ദേഹത്ത് ഒഴിച്ചത്. രാത്രി വന്നപ്പോൾ പെട്രോൾ കരുതി വെച്ചിരുന്നു. അത് രണ്ടാമത് പറയാം, കാരണം ഇവൻ പറയുന്ന ഇതാണ്. അപ്പൊ ഞാൻ പെട്രോൾ ഒഴിച്ച് അമ്മായിയുടെ ദേഹത്ത് ഒഴിച്ച്. അപ്പൊ അമ്മായി ഇതാ വെള്ളം ആരോ എൻ്റെ ദേഹത്ത് ഒഴിച്ചെന്ന് പറഞ്ഞത് പെട്രോളിന്റെ മണം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തീപ്പെട്ടി കത്തിച്ച് ആദ്യം അങ്ങോട്ട് എറിഞ്ഞിട്ടാണ് വീണ്ടും ഒരു തീപ്പെട്ടി എടുത്താണ് വിളക്ക് കത്തിച്ചത്. അപ്പൊ അമ്മായി വിചാരിച്ചത് ആ സൈഡിൽ നിന്ന് തീ വരണം, ഞാൻ ഈ സൈഡിലല്ലേ വിളക്ക് കത്തിക്കുന്നു. അപ്പൊ ആരോ പോകുന്നെന്ന് പറഞ്ഞ് പുകച്ചോരലിന്റെ ഇടയ്ക്കൂടെ അവർക്ക് തോന്നിയതാണ്, ഓടുന്നു അല്ലെ, ഇവർക്ക് തോന്നിയതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ ഇവൻ ഇത് കത്തിച്ച് വെച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് ആദ്യം തീപ്പെട്ടി ഒഴിച്ച് ദേഹത്താണ് എറിച്ചത്. രണ്ടാമത് ഉരയ്ക്കുന്നതേ ഇവൻ പറയുന്നുള്ളൂ. ഞാൻ രണ്ടാമത് ഒഴിച്ച് വിളക്ക് കത്തിച്ചു എന്ന് മാത്രമേ ഇവരുടെ അടുത്ത് പറയുന്നുള്ളൂ. ആദ്യം എറിഞ്ഞ കാര്യം പറയുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഞാനത് ആദ്യം അത് വിടഞ്ഞിട്ടാണ് പിന്നെ ചെയ്ത്. പിന്നെ സംഭവം പറഞ്ഞാൽ ഇത് പെണ്ണും വേറൊരു മൊഴി തുറന്നിട്ടുണ്ട്. ഞാൻ സാറിന് അമ്മയുടെ അടുത്താണ് കിടക്കുന്നത്, കട്ടില്. അന്ന് ഞാൻ തറയിലാണ് കിടന്നത്. അതൊരു കാരണം സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്. ഞാൻ അന്ന് താഴെയാണ് കിടന്നത്. ശരി. അപ്പൊ ഇവൻ്റെ അടുത്ത് വെച്ചാൽ അപ്പൊ നീ അത് രാത്രി കത്തിച്ച് പിന്നെ അത് കഴിഞ്ഞ് ബാക്കി നമുക്കറിയാം, മറ്റു ആളുകൾ വന്നതും ഇത് കൂടിയൊക്കെ അതറിയാം. ഇത് കഴിഞ്ഞ് നീ പകൽ എന്താ ചെയ്തത്? ആ പകല് ഞാൻ രാവിലെ വീട്ടിൽ പോയിരുന്നു. എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വരുന്ന വഴിയിൽ ഒരു കടയിൽ നിന്ന് ഒരു ചെറിയ ക്യാൻ വാങ്ങിച്ചിട്ട് 1 ലിറ്റർ പെട്രോൾ വാങ്ങിച്ച് അതൊരു സഞ്ചിക്കകത്തിട്ട് അതും കൊണ്ടാണ് ഞാൻ വന്നപ്പോൾ വഴിയിൽ വെച്ച് സ്കൂൾ വിട്ട് വന്ന അവളെ കണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. പക്ഷെ ഞാൻ അത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പിന്നെ രാത്രി സിനിമയ്ക്ക് പോയത്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പം നീ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്ത് നിന്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്ന് ഇത് ചെയ്തതാണ്, അതെനിക്ക് മനസ്സിലായെന്ന് പറയും. ഇല്ല സാർ, ഞാൻ തന്നെയാണ് ചെയ്തത്. അവൻ മാത്രം സിനിമയ്ക്ക്, ഞാനല്ല, അവനല്ല നിർബന്ധിച്ച്, ഞാനാണ് അവനെയും കൂടെ നിർബന്ധിച്ച് സിനിമയ്ക്ക് കൊണ്ടുപോയത്. ശരി, അവൻ്റെ പേരും പറഞ്ഞ് അവനെ വിളിച്ച് ചോദിക്കുകയും ചെയ്ത്. അങ്ങനെ അപ്പൊ ഈ പെൺകുട്ടി എടുത്ത് അല്ല, ഇവൻ പറഞ്ഞിങ്ങനെ ഞാൻ സഞ്ചിയായിട്ട് വന്ന് ഇത് കൊണ്ട് വെച്ചല്ലോ, ഞാൻ മുറിക്കകത്ത് വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് അതിനെ ഒരു പ്ലാസ്റ്റിക് സഞ്ചി കവറിനകത്ത് ഈ പെട്രോൾ ഒഴിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് തലയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. അപ്പൊ ക്യാൻ കൊണ്ടുവന്നില്ല, അത് അമ്മായി കാണണമെങ്കിലോ എന്ന് വിചാരിച്ച് ക്യാൻ എടുത്തില്ല. പക്ഷെ ഈ കവറിനകത്തിട്ട് ഒളിപ്പിച്ച് തലയ്ക്ക് വെച്ചിട്ടാണ് ഇവൻ കിടന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ നിന്ന് ക്യാൻ വാങ്ങിച്ച് ഇത് പെട്രോൾ വാങ്ങിച്ച് ഇത് കൊണ്ടുവന്ന് ഇത് വെച്ചിട്ട് ചെയ്തു. നീയാണല്ലോ ചെയ്തത്. സംഭവം ഉടനെ തന്നെ വ്യക്തമാണ്, ഇവൻ തന്നെ ചെയ്യുന്നത്. ഉടനെ തന്നെ എസ്.പി. വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കേസ് തെളിഞ്ഞെന്ന് പറഞ്ഞു. എല്ലാവർക്കും വലിയ കാര്യമായി. സംഭവം ചോദിച്ചു വന്നപ്പോഴാണ് ഈ കേസ് അന്വേഷിച്ച് വലിയ സന്തോഷമായി, MLA-ക്കൊക്കെ വലിയ കാര്യമായി. അങ്ങനെ സന്തോഷമായെങ്കിലും ഈ കേസ് അന്വേഷിച്ച് ചാർജ് കൊടുത്തിട്ട് ഈ കേസ് വെറുതെ വിട്ടുപോയി.
അതെ. വെറുതെ വിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ സാക്ഷികളും ഹോസ്റ്റലായി ഓ, കൂറുമാറി. അതിനൊരു കാരണം, കേസിന്റെ വിചാരണ വന്ന സമയത്ത് ഇവന്റെ ചേട്ടൻ അവളെ കല്യാണം കഴിച്ചു, ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. പൂർത്തി 18 വയസ്സാകുന്നവരെ കല്യാണം കഴിച്ചു. അപ്പൊ ഈ അതില് ഭർത്താവിന്റെ അനിയനെതിരായിട്ട് ഈ പെൺകുട്ടി പറയില്ല, ആരും പറഞ്ഞില്ല. അവരെ കല്യാണം കഴിച്ച് ബന്ധുക്കളും ഒക്കെ ആയി, മരിച്ചത് അങ്ങ് പോയി. ഇനിയുള്ളവരെ എന്താ നമ്മള് ജയിലിലാക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളും ബന്ധുക്കളും ഈ പെൺകുട്ടി അടക്കം അമ്മയെ ചുട്ടു കൊന്നെന്ന് പറഞ്ഞ് കേസ് തെളിഞ്ഞവനെ പ്രതിക്ക് അനുകൂലമായിട്ട് കോടതി എന്ന് മൊഴി പറഞ്ഞു. അതിനാണ് ഒരു ഇതായിപ്പോ ഞങ്ങൾക്കൊരു പിടിയുണ്ടായിരുന്നു. അവളെ അമ്മയെ ചുട്ടു കൊന്നതിനെ പറ്റി പറയുമെന്ന് വിചാരിച്ച് അവള് പറഞ്ഞില്ല. കാരണമുണ്ട്, അവളെ ഭർത്താവിന്റെ അനിയനാണ്. അപ്പോഴെനിക്കൊരു ചെറിയൊരു മനസാക്ഷി കുത്തുണ്ടായി. കാരണം എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് ഞാനത് ഒഴിവാക്കി. കാരണം മകള് അന്ന് മുതൽ അമ്മയുടെ അടുത്താണ് കിടക്കുന്നത്. അന്ന് രാത്രി ഇവള് താഴെ കിടന്നത് എന്ത്? രണ്ടാമത്തെ കാര്യം, ഇവൻ വരുമ്പോഴ് ഒരു വകയും കൊണ്ടുവന്നില്ലെന്ന് അവള് പറഞ്ഞു. ഞാൻ കയ്യിലൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തെ അവന്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നുമില്ലായിരുന്നു അവന്റെ സഞ്ചി. അപ്പൊ ഇവൻ പറയുന്നത് എന്റെ പഴയ ഷർട്ട് ഞാൻ വെച്ച് കൊണ്ടുവന്നതാണെന്നാണ് ആദ്യം സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞ എൻ്റെ. രണ്ടാമത് മനസ്സിലായി ഈ കുട്ടി അത് അറിഞ്ഞിട്ട് അവള് പറഞ്ഞില്ല. അപ്പൊ ഇവക്കിത് അറിയാമായിരുന്നു, കൊലപാതകം നടക്കുമെന്ന്. ഇത് ചെയ്യുമെന്ന് അറിയാമായിരുന്നില്ലെങ്കിൽ ഇവളിത് പറയുമായിരുന്നല്ലോ. മനസ്സിലായി. പിന്നെ അമ്മയടുത്ത് ഇവൻ അത് പൂട്ടിയെന്ന് പറഞ്ഞിട്ട് പൂട്ടാതിരുന്നത് ഇവർക്ക് അറിയായിരുന്നു. പൂട്ടാതെ വന്നത് കണ്ടവള് കൊടുത്തിട്ട് വന്നത്. അപ്പൊ അതിനർത്ഥം ഇവളുടെ പറ്റിയുള്ള ഈ ഒരു അമ്മയുടെ സംഭാഷണം ഈ പെൺകുട്ടിയോട് അവൻ പറഞ്ഞിരിക്കും. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവക്ക് പിന്നീടാണ് ആദ്യം പറഞ്ഞ നമ്മളടുത്ത് അമ്മയെ കൊന്നവനെന്നുള്ള ഇത് കാണിച്ചെങ്കിലും കറക്റ്റ് മൊഴി പറഞ്ഞായിരുന്നു. കറക്റ്റ് എന്നല്ല, ഇവൻ കൊന്നൊന്നും പറഞ്ഞില്ല. സംഭവങ്ങളൊക്കെ അവള് കറക്റ്റായിട്ടൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ നമ്മള് പ്രതിയാക്കേണ്ട സംഭവങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടെന്നും നമ്മളത് ചെയ്തില്ല. അതിന് കാരണമുണ്ട്. ഒരു 16 ഇതിൽ കൊലക്കേസിൽ പ്രതിയാക്കി അവളെ നശിപ്പിക്കേണ്ട കാര്യമില്ല. ഇവള് അറിഞ്ഞെന്ന് പറഞ്ഞതിന് പ്രത്യേക തെളിവുകളൊന്നുമില്ല. കാരണം നമുക്ക് സംശയമുള്ളത് ഇതാണ്, അവൾ എന്തുകൊണ്ട് മിണ്ടിയില്ല, അന്ന് അവൾ എന്തുകൊണ്ട് തറയിൽ കിടന്നു. രണ്ടാമത് അമ്മ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കത്തുന്ന, അമ്മ ഇറങ്ങി വെളിയിലോട്ട് ഓടുന്നു. ഇവര് ഇവിടെ നിന്ന് ഇവിടത്തെ തുണിയിലെ തീ അണയ്ക്കാനാണ് രണ്ടുപേരും കൂടെ ശ്രമിച്ചത്. അമ്മയുടെ കൂടെ അല്ലേ പെൺകുട്ടി ഓടേണ്ടത്, ഇവിടെ അത് ഓടിയില്ല, ഇവിടത്തെ തീ അണച്ചിട്ടാണ് പോയത്. എനിക്ക് അന്ന് സംശയം ഉണ്ടെങ്കിലും അതാണ് ഇപ്പൊ പറ്റിയത്. അവർക്ക് ജാമ്യം കിട്ടിയത് അല്ല, കേസിലെ പ്രതിയല്ലാതെ ഒരു സാക്ഷി പോലും പറഞ്ഞില്ല. അങ്ങനെ ഈ പ്രതി പയ്യനവളെ ഭർത്താവിന്റെ അനിയനല്ലേ, അതുകൊണ്ട് ഇല്ല സാക്ഷിയില്ല. ഈ നമ്മൾ ഇത്രയും പാടുപെട്ട് കേസ് തെളിയിച്ച് പ്രതിയെ ചാർജ് കൊടുത്തിട്ടും ഒരു സാക്ഷി പോലും പറയാനില്ലാത്തതുകൊണ്ട് ആ കേസ് വിട്ടുപോയി. അപ്പൊ അതിന് മനസാക്ഷി കുത്തുണ്ടായെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് അന്ന് ആ കുട്ടി ഇവിടെ പ്രതിയാക്കാമായിരുന്നു. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്തിനാ പെൺകുട്ടി 15 വയസ്സുകാരെ ഇവിടെ പ്രതിയാക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നൊന്ന് ഒഴിവാക്കിയത് തെറ്റായോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിനകത്തുണ്ട്. അന്ന് എനിക്ക് ഈ സംശയം ബലപ്പെടുത്തി അവളെയും കൂടെ പ്രതിയാക്കി ചെയ്യണമായിരുന്നു, കിടക്കുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല എങ്കിലും ഇപ്പൊ കുറ്റബോധം തോന്നില്ല. കാര്യം അവിടെ ഒരു കുടുംബിനിയായിട്ട് സുഖമായിട്ട് താമസിക്കുന്നത്. നമ്മളായിട്ടാണ് നശിപ്പിച്ചിരുന്നെങ്കിൽ കൊലപാതകം നടത്തിയ പയ്യൻ ഇപ്പൊ പശ്ചാത്തലമൊക്കെ അല്ല, അവൻ ഒരു കുടുംബമായിട്ട് താമസിക്കുകയല്ലേ, ഒരു ചേട്ടന്റെ ഭാര്യയും ചേട്ടനുമായിട്ടൊക്കെ ഒരുമിച്ച് താമസിക്കും. ഈ സ്ഥലം പിന്നെ വേറെ അവകാശങ്ങളൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ അവർക്ക് 10 സെന്റ് സ്ഥലം, അവന്റെ വീട് വേറെ ഉണ്ട്. മറ്റാരും ഇവിടെ താമസിക്കുന്നതായിരിക്കും, അതിൽ നമുക്ക് ഒരു ഇതില്ല. ഇത്രയും പാടുപെട്ട് തെളിയിച്ചു കൊണ്ട് വന്നിട്ടും എല്ലാ സാക്ഷികളും കൂറുമാറിയോണ്ട് ഇത് വിട്ടുപോയി. അതിലൊരു കുറ്റബോധം തോന്നില്ല. കാര്യം ആ കുട്ടി കൂടെ പ്രതിയാക്കി 15 വയസ്സുകാരെ SLC പഠിക്കുന്ന കുട്ടിയെ കൂടെ പ്രതിയാക്കി ജയിലിലാക്കിയിട്ട് നമുക്ക് എന്തോന്ന് കിട്ടാൻ? വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായല്ലോ. ചോദിച്ച സമയത്ത് ചോദിക്കുമ്പോ ഇവന്റെ കയ്യിൽ സഞ്ചി ഒന്നും ഇല്ലായിരുന്നെന്ന് ഇവള് വ്യക്തമായിട്ട് പറയുന്നു. അവന്റെ കയ്യിൽ സഞ്ചി ഉണ്ടെന്ന് അവൻ പറയുന്നു.
അവളെ കാത്ത് നിന്ന് അവളുടെ കൂടെയാണ് വരുന്നത്. ഓ, അവനെ കാത്തു നിന്നു, വെയിറ്റ് ചെയ്ത് നിന്നു. ആ, അവർ രണ്ടിനും കൂടെ ഒരുമിച്ചാണ് വീട്ടിൽ വരുന്നത്. അവൻ സ്കൂൾ വിടുന്നവരെ മാറി നിന്നിട്ട് അവൾ നടന്നു വന്ന് ഒരുമിച്ച് വരുന്നു. കുറെ ദൂരം നടന്നു വരണം. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പഴയ സഞ്ചി, അത് എൻ്റെ കയ്യിൽ നിന്ന് സഞ്ചി ഉണ്ടായിരുന്നത് പഴയ ഷർട്ടാണെന്നാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് അവൻ പറഞ്ഞു. പക്ഷെ ചേട്ടൻ പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഷർട്ടൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ സഞ്ചി ഉണ്ടായിരുന്നു, അതിനും സാക്ഷികളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇവള് പറയുന്നില്ലല്ലോ, ഇവളെ കൂടെ അല്ലേ വന്നത്. സഞ്ചി ഇല്ലായിരുന്നു. മറ്റു ബാക്കി കാര്യങ്ങളൊക്കെ ഈ പെട്രോൾ വാങ്ങിച്ച കടയും അവരൊക്കെ ഇവനാണെന്ന് തോന്നുന്നതിനല്ലാതെ ഒരുപാട് നാൾ മുമ്പ് ആരൊക്കെ വന്ന് എന്തൊക്കെ വാങ്ങിയാലും പെട്രോൾ പമ്പ് ഇല്ലല്ലോ, അന്നത്തെ ഇല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് തെളിവുകളൊന്നും കൊടുക്കാൻ കൊടുത്ത കണക്കിന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ക്യാൻ വാങ്ങിച്ച ഒരു കടയിൽ നിന്ന് ആ കടക്കാരൻ പറഞ്ഞ ഒരു പയ്യൻ വന്ന് ക്യാൻ വാങ്ങിച്ചാൽ ഇവനാണെന്ന് പറയാൻ പറ്റില്ല. പലരും വന്ന് വാങ്ങിക്കുന്നതല്ലേ. പെട്രോൾ പമ്പുകാരന് പറയാൻ നോക്കോ ഇവൻ വന്ന് പെട്രോൾ വാങ്ങിച്ചെന്ന് പറയാൻ നോക്കൂല. എത്ര പേര് കുപ്പിയിൽ വന്നു. ആ ഒരു മനസാക്ഷി കുത്ത് മനസ്സിൽ കിടന്നപ്പോൾ പിന്നീടുള്ള കേസുകളിൽ അങ്ങോട്ട് ഇതൊരു മനസാക്ഷി കാണിക്കാൻ പ്രേരിപ്പിക്കൂ. അത് നമ്മുടെ മനസാക്ഷി ഇല്ലാതെ കേസ് അന്വേഷിക്കില്ലല്ലോ. പല കാര്യങ്ങളും നമ്മളിപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ആണ്. ആ കുട്ടിയെ പ്രതിയാക്കി ജയിലിലാക്കിയില്ലല്ലോ. കേസ് തെളിയുന്നോ ഇല്ലേ എന്നുള്ളതല്ല, നമുക്ക് മനസാക്ഷിയും കൂടെ വേണം. പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു, അതിലുള്ള സാറ്റിസ്ഫാക്ഷൻ. ജയിലിൽ കിടന്നു. അത് ഈ റിമാൻഡ് പീരീഡ് പിന്നെ കുറച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി. പിന്നെ ട്രയലിൽ വരുന്നത് 2-3 വർഷം കഴിഞ്ഞാണ് വരുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോന്നു കഴിഞ്ഞിട്ടാണ് ഇത് സംഭവം നടന്നത്. മൊഴി കൊടുക്കാൻ പോയപ്പോൾ തെറ്റ് ഞാഞ്ഞു പോന്നു. വിധി വന്ന കാര്യം അറിഞ്ഞപ്പോഴാണ് പിന്നെ ആലോചിച്ചത്. പക്ഷെ അന്ന് ഇപ്പോഴും കുറ്റബോധമൊന്നുമില്ല. കാരണം ആ പെൺകുട്ടിയെ ഞാൻ ജയിലിലാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടുമായിരുന്നു ലാഭം? യഥാർത്ഥത്തിൽ കണക്ട് ചെയ്യാൻ തെളിവൊന്നുമില്ല. അങ്ങനെ പറയത്തക്കുള്ള തെളിവില്ല. പാവപ്പെട്ട പെൺകുട്ടി നമ്മൾ മനഃപൂർവ്വം പിടിച്ച് ഇതാക്കി എന്ന് ആരെങ്കിലും പറയില്ല. അന്ന് അവളെ പ്രതിയാക്കിയെങ്കിൽ നാട്ടുകാരും പറയും പാവപ്പെട്ട പെണ്ണിനെ കൂടെ ഈ ആളുകാർ പ്രതിയാക്കിയെന്ന്. അപ്പൊ അതിൻ്റെ അല്ല, നമ്മളെ മനസാക്ഷിക്ക് ഇപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവിടെ ഒരു പ്രതിയാക്കി കള്ളിയാക്കിയില്ല, കൊലപ്പുള്ളിയാക്കി ജയിലിലാക്കിയില്ല എന്നൊരു സുഖമായിട്ട് ജീവിക്കുന്നില്ല. ആ കുടുംബം സുഖമായിട്ട് ജീവിക്കട്ടെ, അങ്ങനെ തന്നെ ജീവിക്കട്ടെ. അതാണ് ആ കേസിന്റെ കഥ. അങ്ങനെ ഇത്തരത്തിൽ നിരവധി രസകരങ്ങളായ കഥകളും മനസാക്ഷിപരമായ പല ഇടപെടലുകളും നടത്തിയ ഒരാളാണ് ഗിൽബർട്ട്. ഇനിയും പലതരത്തിലുള്ള അന്വേഷണാത്മകമായ കഥകളുമായി നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. നമസ്കാരം.